പ്രവിച്ചേട്ടാ, എന്തടി? അമ്മ വീട്ടിൽ പോണെന്ന്. അതെ, ആ, അമ്മ പോയാ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അത് ശരിയാണ്. അമ്മ പോയി കഴിയുമ്പോ വീട് ഉറങ്ങിയ പോലെ ഇരിക്കും. അതന്നെ, മനസ്സിനൊരു സുഖമില്ല. നിനക്കിപ്പോ എന്ത് വേണ്ടേ? അമ്മ പോവരുത്, അത്ര അല്ലുള്ളൂ. എന്തായാലും പോവും. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. നീ ഞാൻ എന്ത് പറഞ്ഞാലും അതെ ആണോ എന്നൊക്കെ പറയണം. അതെന്തിന്? നീ അത് പറഞ്ഞാ മതി, ബാക്കി നീ കണ്ടോ. ചേട്ടാ, ഞാനൊന്ന് വീട്ടിൽ പോട്ടെ. എന്തിനിപ്പ പോണേ? കൊറേ നാളായില്ലൊന്ന് പോയിട്ട്. എന്തിനാണല്ലേ കെട്ടിയൊരുങ്ങി വെറുതെ പോയിട്ട്? അതിനെന്താ, എന്റെ വീട്ടിലേക്കല്ല പോണത്. ആ, എന്നാ പോ. 2 ദിവസം സമാധാനം ഉണ്ടാവട്ടെ. എന്ത്? അല്ല, 2 ദിവസം എനിക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞതാ. ആ ചേട്ടാ, ആ, എന്താണ് ഭയങ്കര സന്തോഷൊക്കെ. ഷേവ് ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലേ. നമുക്ക് എന്ത് സന്തോഷം. അമ്മ 2 ദിവസം ഉണ്ടാവൂല, വീട്ടിൽ പോണെന്ന്. അതെ, അതാണല്ലേ അപ്പൊ സന്തോഷം. കൊള്ളാൻ. എനിക്കെന്ത് സന്തോഷം. 2 ദിവസം സരസ്വതിനൊരു സമാധാനം ഉണ്ടാവും. ചിന്ത എനിക്ക് മനസ്സിലായി. മനസ്സിൽ സരസാണല്ലേ. നീ എന്തൊന്നും മിണ്ടാത്ത? ഏയ്, ഒന്നുമില്ല. 2 ദിവസം അച്ഛന് അമ്മനെ കാണാത്തതിന്റെ വിഷമം ഒന്ന് ചിന്തിച്ചതാണ്. അമ്മ വീട്ടിൽ പോടുന്ന അച്ഛൻ പറഞ്ഞല്ലേ. അതെ, ആ മോളെ, കൊറേ നാളായില്ലേ പോയിട്ട്. ആ, കൊറേ നാളായി അമ്മ പോയിട്ട്. അമ്മിപ്പ പോണോ? അതെന്ത് പ്രവിച്ചേട്ടാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, അച്ഛന്റെ സന്തോഷം കണ്ടപ്പോ ചോദിച്ചാണ്. സന്തോഷോ? അമ്മ ഉണ്ടായിട്ട് പോലും കണ്ണെപ്പോഴും സരസുവിന്റെ കൂടെയാണ്. അപ്പൊ അമ്മ പോയി കഴിഞ്ഞാലോ? ആ, അത് ശരിയാ. നീ എപ്പോഴാ പോണേ? എന്തേ? ഒന്നുമില്ല, ചോദിച്ചതാണ്. ഞാൻ പോണില്ല. പോണില്ലേ? ഇല്ല. എന്തേ? പോണില്ല. ഏയ്, നീ പോകണ്ട. അതിനെന്തിനാ നീ ചൂടാവണേ? നിനക്ക് 2 ദിവസം കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് കരുതി ചോദിച്ചതാ. ആ പ്രതീക്ഷയും പോയി. ആരെയാണ് അവ കോപ്പ് കണി കണ്ടത്?